കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാത്തമാറ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സും അതോടൊപ്പം സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സുകളും ഏതൊക്കെയാണെന്ന് പറഞ്ഞു അല്ലേ. ഇനി അടുത്തതാണ് മൂന്നാമത്തെയാണ് പ്രോഗ്രാമിംഗ് ടെക്നിക്സ്. ഈ പ്രോഗ്രാമിംഗ് ടെക്നിക്സുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു സബ്ജക്റ്റ് തന്നെയുണ്ട്, ഒരു ഡിസിപ്ലിൻ. ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിൻ ഉണ്ട്. ഈ ഡിസിപ്ലിനിൽ വരുന്ന ടെക്നിക്സിനെയാണ് നമ്മൾ ശരിക്കും പ്രോഗ്രാമിംഗ് ടെക്നിക്സ് എന്ന് പറയുന്നത്. ഓപ്പറേഷൻ റിസർച്ച് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ വരുന്ന ടെക്നിക്സുകളാണിത്. പ്രധാനമായിട്ടും ഈ ഓപ്പറേഷൻ ടെക്നിക്സിൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡൽസ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അതിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പ്രോഗ്രാമിംഗ് എങ്ങനെയാണ്, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് സ്റ്റഡി ചെയ്യുക. അതാണ് ശരിക്കും ഓപ്പറേഷൻ റിസർച്ചിൽ പ്രധാനമായിട്ടും ഡീൽ ചെയ്യുന്നത്. അതുമാത്രമല്ല മറ്റൊരുപാട് ടെക്നിക്സുകളും ഉണ്ട്. അപ്പോൾ അതിൽ വരുന്ന ടെക്നിക്സുകളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ലീനിയർ പ്രോഗ്രാമിംഗ്. ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ടെക്നിക്കാണ്. ഇത് കൺസ്ട്രെയിൻസ് ഉള്ള സമയത്ത്, ഇപ്പോൾ നമുക്ക് എന്താ പറയുക, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും അല്ലേ. ഒരു തീരുമാനം എടുക്കുന്നതിൽ ഒരുപാട് കൺസ്ട്രെയിൻസ് ഉണ്ടാവും, തടസ്സങ്ങളുണ്ടാവും. ഈ തടസ്സങ്ങളെ വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു ഡിസിഷൻ എടുക്കുക, അല്ലെങ്കിൽ നമ്മളെ തീരുമാനത്തിന് എങ്ങനെയാണ് ഒപ്റ്റിമൈസ് ചെയ്യുക. ഇപ്പം നമ്മൾ ഏത് തീരുമാനം എടുത്തു കഴിഞ്ഞാലും അതിൽ ഒരുപാട് കൺസ്ട്രെയിൻസ് ഉണ്ടാവും. അപ്പോൾ ആ കൺസ്ട്രെയിൻസിനൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ തീരുമാനത്തിന് എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാം എന്നതാണ് ഈ ലീനിയർ പ്രോഗ്രാമിങ്ങിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഒന്നുമില്ല, കൺസ്ട്രെയിൻസ് ഉള്ള സമയത്ത് നമ്മൾ സൊല്യൂഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ സെക്കൻഡ് വൺ ആണ് ക്യൂയിങ് തിയറി. ഓക്കെ, ക്യൂയിങ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ക്യൂസിനെ കുറിച്ചിട്ടാണ് സ്റ്റഡി നടത്തുന്നത്. അതായത് മിനിമൈസിങ് കോസ്റ്റ് ഓഫ് ബോത്ത് സർവീസിങ് ആൻഡ് വെയിറ്റിംഗ് അല്ലേ. വെയിറ്റിങ്ങിലും അതോടൊപ്പം സർവീസിങ്ങിലും ഉള്ള കോസ്റ്റ് എങ്ങനെ പരമാവധി കുറയ്ക്കാം, അതാണ് ഏത് പ്രോഗ്രാമിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ക്യൂയിങ് തിയറി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പരമാവധി നമുക്ക് വെയിറ്റിംഗ് ടൈം നമ്മൾ പരമാവധി കുറയ്ക്കിയതോടൊപ്പം സർവീസിങ് കോസ്റ്റുകളൊക്കെ പരമാവധി എങ്ങനെ കുറച്ച് കൊണ്ടുവരാം, അതാണ് ക്യൂയിങ് തിയറി കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. തേർഡ് വണ്ണാണ് ഇൻവെൻട്രി തിയറി. ഇൻവെൻട്രി തിയറി പറയേണ്ട കാര്യമല്ല. ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ സ്റ്റോക്കാണ്. സ്റ്റോക്കിനെ സംബന്ധിച്ചിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞു, സ്റ്റോക്ക് ഒരു ബിസിനസ്സിൽ വെറുതെ സ്റ്റോക്ക് റോ മെറ്റീരിയൽസ് സ്റ്റോക്ക് ചെയ്യുന്നതിന് ഒരുപാട് ചിലവുകളുണ്ട്. സ്റ്റോറേജ് കോസ്റ്റും അതോടൊപ്പം ഹാൻഡ്ലിംഗ് ചാർജ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കോസ്റ്റുകൾ വരും. അപ്പോൾ ആ ചിലവുകൾ, ഇൻവെൻട്രിയുടെ കോസ്റ്റ് എങ്ങനെ പരമാവധി കുറച്ച് കൊണ്ടുവരാം. ഇറ്റ് ഗിവ്സ് മെയിൻ എംഫസിസ് ഓൺ മിനിമൈസിങ് കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ദി ഹോൾഡിംഗ് ആൻഡ് പ്രൊക്വയറിംഗ് ഇൻവെൻട്രീസ്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഹോൾഡിംഗ് ആൻഡ് പ്രൊക്വയറിംഗ് ഇൻവെൻട്രീസിൻ്റെ കോസ്റ്റ് പരമാവധി കുറച്ച് കൊണ്ടുവരിക. ദെൻ ഫോർത്ത് വൺ ആണ് തിയറി ഓഫ് ഗെയിംസ്. തിയറി ഓഫ് ഗെയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തന്നെ ഉണ്ട് ഒരു കളിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണല്ലേ, ഗെയിംസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഗെയിംസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ഗെയിം കളിക്കുന്ന ആരുമായിട്ടാണ്, അവരുടെ കോമ്പറ്റീറ്റേഴ്സുമായിട്ടാണ് അല്ലേ. മറ്റ് കോമ്പറ്റീറ്റേഴ്സുമായിട്ടാണ് അവർ ഒരു ഗെയിം തന്നെയാണത്. അപ്പോൾ എങ്ങനെ അവരുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഇടയിൽ അവർക്ക് എന്താ പറയുക, പിടിച്ചു നിൽക്കാം. അപ്പോൾ ഒരു ഒപ്റ്റിമം സ്ട്രാറ്റജി, ഓക്കെ, കോമ്പറ്റീറ്റീവ് കണ്ടീഷനിൽ ഒരു ഒപ്റ്റിമം സ്ട്രാറ്റജി എങ്ങനെ എടുത്തിട്ട് മുന്നോട്ട് പോകാം എന്നാണ് തിയറി ഓഫ് ഗെയിമിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദാറ്റ് മീൻസ് കോമ്പറ്റീഷനിൽ വിൻ ചെയ്യുക എന്നുള്ളതാണ് ആ തിയറിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അഞ്ചാമത്തെ തിയറിയാണ് ഡിസിഷൻ തിയറി. ഓക്കെ, ഡിസിഷൻ തിയറി അത് പേരിൽ തന്നെ ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഗുഡ് ഡിസിഷൻസ് അല്ലെങ്കിൽ സൗണ്ട് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തിയറി യൂസ് ചെയ്യുന്നത്. അപ്പം സൗണ്ട് ഡിസിഷൻസ് അണ്ടർ കണ്ടീഷൻസ് ഓഫ് സെർട്ടനിറ്റി, റിസ്ക് ആൻഡ് അൺസെർട്ടനിറ്റി അല്ലേ. അതായത് നമുക്ക് സെർട്ടൺ ആയിട്ടുള്ള സിറ്റുവേഷനിൽ എങ്ങനെ ഡിസിഷൻ എടുക്കാം, റിസ്ക് ആൻഡ് അൺസെർട്ടനിറ്റി ഉള്ള സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഡിസിഷൻ എടുക്കേണ്ടത്, ഈ കാര്യങ്ങളൊക്കെയാണ് ഡിസിഷൻ തിയറിയിൽ പ്രതിപാദിക്കുന്നത്. നെക്സ്റ്റ് വൺ, നെറ്റ്വർക്ക് പ്രോഗ്രാമിംഗ്. നെറ്റ്വർക്ക് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. ഈ നെറ്റ്വർക്ക് പ്രോഗ്രാമിങ്ങിൽ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മുന്നിലുള്ള പ്രൊജക്റ്റ്, നമ്മൾ ചെയ്യാൻ പോകുന്ന ബിസിനസ്സോ പ്രൊജക്റ്റോ എന്താണെങ്കിലും പല രീതിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പ്രൊജക്റ്റിലേക്ക് എത്താൻ പറ്റും അല്ലേ. ആ പ്രൊജക്റ്റിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ്. ആ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ പല മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം. അതിലേത് മെത്തേഡിലൂടെ പോയാലാണ് നമ്മൾക്ക് ഏറ്റവും കുറഞ്ഞ സമയത്ത് ഏറ്റവും കുറഞ്ഞ ചിലവിൽ നമുക്കത് പൂർത്തീകരിക്കാൻ പറ്റുക. ഓക്കെ, അപ്പോൾ അത് ഇവൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവൻറ്റ്സ് ആൻഡ് ആക്ടിവിറ്റീസ്. ഒരു പ്രൊജക്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് ഇവൻറ്റുകളും ആക്ടിവിറ്റീസും വരും അല്ലേ. ആ ആക്ടിവിറ്റീസിനൊക്കെ നമ്മൾ വെച്ചിട്ട്
ഏറ്റവും ലെങ്ത്ത് കുറഞ്ഞ ഈ പാത്ത് വഴി, ഏത് വഴിയിലൂടെ പോയാലാണ് ഏറ്റവും സ്പീഡായിട്ട് നമുക്ക് ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക. അതാണ് ഈ നെറ്റ്വർക്ക് പ്രോഗ്രാമിങ്ങിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് വഴികൾ നമുക്ക് കിട്ടും. ആ വഴിയിൽ ഏറ്റവും ലെങ്ത്ത് കുറഞ്ഞ വഴിയെ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ, ഒരു ഡബിൾ ലൈൻ ഉപയോഗിച്ചുകൊണ്ട് അതിൽ നോട്ട് ചെയ്യും. അതിനാണ് നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് എന്നൊക്കെ വിളിക്കുന്നത്. ഇനി അപ്പോൾ നെറ്റ്വർക്ക് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ അതാണ് പെർഫോമിങ് എ സർട്ടൺ വർക്ക് അറ്റ് മിനിമം പോസിബിൾ ടൈം ആൻഡ് കോസ്റ്റ്. ഏത് വഴിയിലൂടെ പോയാലാണ് ടൈമും കോസ്റ്റും പരമാവധി നമുക്ക് കുറയ്ക്കാൻ പറ്റുക. അതാണ് നെറ്റ്വർക്ക് പ്രോഗ്രാമിങ്ങിൽ ഉദ്ദേശിക്കുന്നത്. ദെൻ സിമുലേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നുമില്ല, ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ എന്താണോ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഒരു റിയൽ ലൈഫ് സിറ്റുവേഷൻ നമ്മൾ റീക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അതെന്ത് ചെയ്യുക, അതിനെക്കുറിച്ച് പഠിക്കുക. അതായത് ആ ശരിക്കുള്ള കാര്യം സംഭവിക്കുന്നതിന് മുന്നേ ഒരു മോഡൽ ഉണ്ടാക്കിയിട്ട് ഒരു പ്രയർ സ്റ്റഡി നടത്തുക. എങ്ങനെയാണ് അതിൻ്റെ പെർഫോമൻസ്, അത് പെർഫോം ചെയ്ത് എങ്ങനെ ഉണ്ടാവുന്നത് നമ്മളൊരു മോഡൽ ഉണ്ടാക്കിയിട്ട് അത് സ്റ്റഡി ചെയ്യുകയാണ് സിമുലേഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വണ്ണാണ് സെർച്ച് തിയറി. സെർച്ച് തിയറി എന്ന് പറഞ്ഞാൽ നമ്മളെ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു തിയറിയാണ്. റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നോളജ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് അല്ലേ. നോളജ് അക്വയർ ചെയ്യാണ് റിസർച്ച് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഒരു അഡ്വർടൈസിങ് ഏജൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആരെയാണ് സെർച്ച് ചെയ്യേണ്ടത്, കസ്റ്റമേഴ്സിനെ റിസർച്ച് ചെയ്യണം അല്ലേ. അപ്പം ഒരു പേഴ്സണൽ ഡിപ്പാർട്ട്മെൻ്റ് ആണ് അവരെ സംബന്ധിച്ചിടത്തോളം എക്സിക്യൂട്ടീവ്സ്, നല്ല എക്സിക്യൂട്ടീവ്സിനെ സെർച്ച് ചെയ്യണം. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഈ സെർച്ച് തിയറി എന്ത് ചെയ്യാം, അവർക്ക് ഉപയോഗിക്കാം. 9ാമത്തെ ടെക്നിക്കാണ് റീപ്ലേസ്മെൻറ്റ് ടെക്നിക്ക്. റീപ്ലേസ്മെൻറ്റ് ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരിൽ തന്നെയുണ്ട്, എന്തെങ്കിലും ഒരു കാര്യം റീപ്ലേസ് ചെയ്യുക അല്ലേ. പഴയത് മാറ്റിയിട്ട് പുതിയത് റീപ്ലേസ് ചെയ്യാൻ വരുന്ന, അല്ലെങ്കിൽ വരുന്ന ചിലവ് പരമാവധി കുറച്ചിട്ട് ഏത് റീപ്ലേസ്മെൻ്റ് ആണ് ഏറ്റവും അനുയോജ്യം എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് റീപ്ലേസ്മെൻറ്റ് തിയറികൾ അല്ലെങ്കിൽ ടെക്നിക്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ ഡിറ്റർമിനേഷൻ ഓഫ് ദ മോസ്റ്റ് ഇക്കണോമിക് റീപ്ലേസ്മെൻറ്റ് പോളിസി. ഏറ്റവും ഇക്കണോമിക്കായിട്ട്, അതായത് ഏറ്റവും ചിലവ് കുറച്ചിട്ട് ബെനഫിറ്റ് കൂടിയ രീതിയിൽ റീപ്ലേസ്മെൻറ്റ് നടത്തുന്നത്, എങ്ങനെ റീപ്ലേസ്മെൻറ്റ് നടത്താമെന്നാണ് റീപ്ലേസ്മെൻറ്റ് ടെക്നിക്ക് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ നോൺ ലീനിയർ പ്രോഗ്രാമിംഗ്. ഇവിടെ നേരത്തെ ലീനിയർ പ്രോഗ്രാമിംഗ് പറഞ്ഞു ഞാൻ, അതുപോലെ തന്നെ ഉള്ളൊരു പ്രോഗ്രാമിംഗ് ആണ് നോൺ ലീനിയർ പ്രോഗ്രാമിംഗ്. ഇവിടെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയബിൾസ് തമ്മിൽ, നമ്മൾ അതിൽ ഉപയോഗിക്കുന്ന ഡാറ്റകൾ തമ്മിൽ വേരിയബിൾസ് ആർ നോൺ ലീനിയർ ആണ്. അത് തമ്മിൽ ഒരു ബന്ധം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആയിട്ട് നമുക്ക് ഒരു റിലേഷൻ ഇല്ലാത്ത വേരിയബിൾസ് ആയിരിക്കും ഇതിൽ ഉപയോഗിക്കുന്ന വേരിയബിൾസ്. അപ്പോൾ ആ റിലേഷൻ ഇല്ലാത്ത സമയത്താണ് നമ്മൾ ഈ നോൺ ലീനിയർ പ്രോഗ്രാമിംഗ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, ലീനിയർ പ്രോഗ്രാമിങ്ങിൽ നമുക്ക് വേരിയബിൾസ് തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റും, ഇവിടെ തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അങ്ങനത്തെ കേസുകളിലാണ് നോൺ ലീനിയർ പ്രോഗ്രാമിംഗ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഫോർ ടേക്കിംഗ് ഡിസിഷൻ, ഒപ്റ്റിമം സൊല്യൂഷൻ, ഫൈൻഡിങ് ഓഫ് ആൻ ഒപ്റ്റിമം സൊല്യൂഷൻ. നെക്സ്റ്റ് വൺ ഡൈനാമിക് പ്രോഗ്രാമിംഗ്. Dynamic programming is a technique which is applicable to solve certain problems by dividing total problems into a number of subsidiary problems. അപ്പം ഇവിടെ ഡൈനാമിക് പ്രോഗ്രാമിംഗ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, നിലവിലുള്ള പ്രോബ്ലത്തിന്, നമ്മളുടെ മെയിൻ പ്രോബ്ലത്തിന് എന്ത് ചെയ്യും, അതിനെ വീണ്ടും സബ്സിഡറി പ്രോബ്ലമായിട്ട് എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിന് സൊല്യൂഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, അതിന് ടോട്ടൽ പ്രോബ്ലത്തിന് നമ്മൾ എന്ത് ചെയ്യാണ്, സബ്സിഡറി പ്രോബ്ലം ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, സൊല്യൂഷൻ കണ്ടെത്തുന്നതിനാണ് ഡൈനാമിക് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ദെൻ ഇൻഡിജർ പ്രോഗ്രാമിംഗ്. ഇൻഡിജർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ലീനിയർ പ്രോഗ്രാമിംഗുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് തന്നെയാണ്. ഇൻഡിജർ ലീനിയർ പ്രോഗ്രാമിംഗ് എന്നാണ് ഇതിനെ കോമൺ ആയിട്ട് അറിയപ്പെടാറ്. അപ്പം ഇവിടെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വേരിയബിൾസ് എല്ലാം അല്ലെങ്കിൽ സൊല്യൂഷൻസ് വാല്യൂസ് ആർ എക്സ്പ്രസ്ഡ് ഇൻ ഹോൾ നമ്പേഴ്സിലാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഈ ഹോൾ വാല്യൂസിന് എന്ത് ചെയ്യുന്നത്, എക്സ്പ്രസ് ചെയ്യുന്നത്. അതാണ് ഇവിടെ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്പേഴ്സ് ആയിട്ടാണ് നമ്മൾ ഇതിൽ വേരിയബിൾസൊക്കെ അപ്ലൈ ചെയ്യുന്നത്. 14ാമത്തെ ടെക്നിക്കാണ് ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് അപ്രോച്ച്. ഓക്കെ, ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ദാറ്റ് ദി ടോട്ടൽ സെറ്റ് ഓഫ് ഫീസിബിൾ സൊല്യൂഷൻസ് ക്യാൻ ബി partitioned into smaller subset of solutions. These smaller subset can be
then be evaluated systematically until the best solution is found. അപ്പം ഇവിടെ എന്താ ചെയ്യുന്നത്, ടോട്ടൽ ഫീസിബിൾ സൊല്യൂഷൻ, നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള മുഴുവൻ സൊല്യൂഷനെ എന്ത് ചെയ്യും, പാർട്ടാക്കി തരംതിരിക്കും, സബ്സെറ്റ് ആയിട്ട് അല്ലേ, ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് തരംതിരിച്ചിട്ട് ആ ഓരോ ഗ്രൂപ്പിനെയും എന്ത് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക, സിസ്റ്റമാറ്റിക് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ട് ഒരു ബെസ്റ്റ് സൊല്യൂഷൻ എന്ത് ചെയ്യുക, കണ്ടെത്തുന്നതിനെയാണ് ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് അപ്രോച്ച്. അപ്പോൾ ഇതിൽ തന്നെ ഉണ്ട് ബ്രാഞ്ച് അല്ലേ, ബ്രാഞ്ചായിട്ടാണ് എന്ത് ചെയ്യുന്നത്, അനലൈസ് ചെയ്യുന്നത്, ഇവാലുവേറ്റ് ചെയ്യുന്നത് കാര്യങ്ങൾ. അടുത്ത ടെക്നിക്കാണ് ക്വാഡ്രാറ്റിക് ടെക്നിക്ക്. അപ്പം ക്വാഡ്രാറ്റിക് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും എന്ത് ചെയ്യാനാണ്, ടു സോൾവ് എ സർട്ടൺ പ്രോബ്ലം, ചില പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സർട്ടൺ ഇക്വേഷൻസ് ആയിട്ടാണ്, മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ആയിട്ടാണ് നമ്മൾ ഈ ക്വാഡ്രാറ്റിക് പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ ഇക്വേഷൻ കണ്ടെയ്നിങ് സ്ക്വയേർഡ് ടേംസ്, സ്ക്വയർ ചെയ്തിട്ടുള്ള ടേമുകളായിരിക്കും ഇക്വേഷനിൽ ഉണ്ടാവുക, ടേമുകളായിട്ടായിരിക്കും ഇക്വേഷനിൽ ഉണ്ടാവുക. അതിനാണ് നമ്മൾ ക്വാഡ്രാറ്റിക് പ്രോഗ്രാമിംഗ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വലിയ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. ഒറ്റയടിക്കും പറയുമ്പോൾ ഇങ്ങനെ അത് പറയാൻ പറ്റുള്ളൂ. Then next one, parametric programming. Okay, it is a technique designed to solve a problem consisting of more than one objective function with varying degree of priorities. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാണ്, ഇതും ഡിസൈൻഡ് ടു സോൾവ് പ്രോബ്ലം അല്ലേ, പ്രോബ്ലം സോൾവ് ചെയ്യാൻ തന്നെയാണ്, കൺസിസ്റ്റിംഗ് ഓഫ് മോർ ദാൻ വൺ ഒബ്ജക്റ്റീവ്. ഇവിടെ എത്ര ഒബ്ജക്റ്റീവ് ഉണ്ടാവും, ഒന്നിലധികം ഒബ്ജക്റ്റീവ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫുൾഫിൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവുകൾ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതാണ് പാരാമെട്രിക് പ്രോഗ്രാമിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത്. അതിൻ്റെ ഓരോന്നിൻ്റെയും പ്രയോറിറ്റിയും പറയും, നമുക്ക് ഓരോ ഒബ്ജക്റ്റീവും ഫുൾഫിൽ ചെയ്യാനുള്ള പ്രയോറിറ്റീസും നമുക്കതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും പാരാമെട്രിക് പ്രോഗ്രാമിങ്ങിൽ നിന്ന്. അപ്പം ടു സോൾവ് എ problem consisting of more than one objective function with varying degrees of priorities. Then last one, Markov process. ഇവിടെ നമ്മൾ ഒരു ടെക്നിക്ക്, ഈ ടെക്നിക്ക് ഇൻ വിച്ച് വേരിയസ് സ്റ്റേജസ് ഓഫ് പ്രോബ്ലം ആർ ഡിഫൈൻഡ് അല്ലേ. ഒരു പ്രോബ്ലത്തിൻ്റെ പല സ്റ്റേജസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഓരോ സ്റ്റേജും സക്സസ് ആവാനുള്ള പ്രോബബിലിറ്റീസ് ഓഫ് ഗോയിങ് ടു ഈച്ച് ഓഫ് ദി സ്റ്റേജസ്. ഓക്കെ, അതിൻ്റെ പ്രോബബിലിറ്റി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. ഓരോ സ്റ്റേജും എത്രത്തോളം നമുക്ക് അനുയോജ്യമാവും, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കിടക്കുന്ന പ്രോബബിലിറ്റി ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട് ഇതിൽ, മാർക്കോവ് പ്രോസസ്സിൽ. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടിട്ടുള്ള ടെക്നിക്കുകൾ. അപ്പോൾ ഈ ടെക്നിക്കുകളൊക്കെ ഏതാണെന്നും ജസ്റ്റ് ഒരു ഐഡിയ നിങ്ങളത് ഉണ്ടാക്കി വെക്കുക. കൂടുതലായിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് നമുക്കിതൊന്നും പഠിക്കാനില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം കോറിലേഷൻ, റിഗ്രഷൻ അതുപോലെയുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇനിവേ ഇതൊക്കെ ഈ QT യുടെ ഭാഗമാണ്, നിങ്ങൾ മനസ്സിലാക്കി.